So what's up guys? Welcome back MDS creation. It's me, Stefan Mohammed. അപ്പോൾ guys നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹൗ ടു മേക്ക് എ ആർട്ടിഫിഷ്യൽ ബ്ലഡ് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഇത് ചെയ്യല് എന്താ പറയുക, നമ്മുടെ ഫുഡ് കളറൊക്കെ വെച്ചിട്ടാണ്. ഇതിപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള സാധാരണ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സംഗതി വെച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിൽ ശരിക്കും പഞ്ചസാര ഇട്ടിട്ട് അത് ഇതിൽ ലയിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം എന്താ പറയുക, കണ്ടോ, ഏകദേശം അലിഞ്ഞിട്ടുണ്ട് ഇതിൽ പഞ്ചസാര ലൈനി. ഓക്കെ, അധികം തോനൊന്നും വേണ്ട, നന്നായിട്ട് അലിഞ്ഞോട്ടെ. അപ്പോൾ ഗൈസ് പഞ്ചസാര ഇതിൽ ലയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ലൈനിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ പണി ഗൈസ്. അപ്പോൾ ഇത് മഞ്ഞളാണ്, മഞ്ഞൾ കളിക്കിയ വെള്ളം, മഞ്ഞപ്പൊടിൻ്റെ വെള്ളം. മഞ്ഞളുണ്ടല്ലോ, സാധാ മഞ്ഞൾ കളിക്കിയ വെള്ളമാണ് ശരിക്കും. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ഗൈസ് ഇത് സോപ്പാണ് ശരിക്കും, സത്യം പറഞ്ഞാൽ സോപ്പ്. കണ്ടോ, സോപ്പും വെള്ളമാണ് ശരിക്കും, സോപ്പ് ലൈനി എന്നൊക്കെ പറയാം. കണ്ടോ, വല്ലാത്തൊരവസ്ഥയിലാണ് ഗൈസ്. ഇത് നന്നായിട്ട് നമുക്ക് ഇതിലെന്താക്കണം, ലൈറ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം എന്താ പറയുക, കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഈ സോപ്പ്. ഈ സോപ്പ് നമുക്ക് ഈ പഞ്ചസാര ലൈനിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് എന്താക്കാം, ഇളക്കാം ഗൈസ്, ഇളക്കാം. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു മിശ്രിതമായിട്ട് കിട്ടും. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇതിലോട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഓക്കെ ഗൈസ്, കണ്ടല്ലോ, കറക്റ്റ് ബ്ലഡായിട്ട് സാധനം നമുക്ക് കിട്ടും. കണ്ടോ ഗൈസ്, കണ്ടോ, ബ്ലഡാണിത് ഗൈസ്, ബ്ലഡ്. അയ്യോ അമ്മേ ബ്ലഡ്. അയ്യോ അമ്മ ബ്ലഡ്. കണ്ടോ ഗൈസ്, നമ്മളെ ബ്ലഡ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ബ്ലഡ് ഗൈസ് കണ്ടല്ലോ, കറക്റ്റ് ബ്ലഡായിട്ട് കാണുന്നുണ്ടോ, ബ്ലഡിൽ കണ്ട കറക്റ്റ് കണ്ട ഗൈസ്. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലി ബ്ലഡ് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫുഡ് കളറൊന്നും സാധാരണ എല്ലാവരും വീട്ടിൽ യൂസ് ചെയ്തോളണമെന്നില്ല. ഇത് നമ്മളെ വീട്ടിൽ എന്തായാലും സോപ്പും ഉണ്ടാവും, മഞ്ഞപ്പൊടി ഉണ്ടാവും, ഈ രണ്ട് സാധനം ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആരും സജസ്റ്റ് ചെയ്തൊന്നുമല്ല. ഇത് എന്താ പറയുക, ചോറൊന്നായിരിക്കുന്ന ടൈമിൽ നമ്മുടെ കറി ക്യാൻറ്റീനൊക്കെ ആയി കഴിഞ്ഞാൽ അത് സോപ്പ് തട്ടുമ്പോൾ ചോക്കാറുണ്ട്. അവിടെ നിന്നാണ് ഈ ടിസ്റ്റ് ഉറവെടുക്കുന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, കറക്റ്റ് ബ്ലഡായിട്ടാണ് ഇത് കാണുന്നത്. കണ്ടോ ഗൈസ്, കറക്റ്റ് കണ്ടോ ഗൈസ്, കണ്ടോ. ഇത് നമ്മളെ എന്താ പറയുക, ഈ സ്കൂളിലൊക്കെ ഡ്രാമ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ സാധനം. ഓക്കെ, ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഉറുമ്പാണ് ഗൈസ്, ഭയങ്കര ഉറുമ്പാണ്, അതുകൊണ്ടാണ് ഞാൻ തുള്ളി നിൽക്കുന്നത്, അല്ല മറ്റൊന്നുമല്ല ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, ഇന്ന് നമ്മൾ നോക്കിയത് സത്യം പറഞ്ഞിട്ടാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ബ്ലഡ് മേക്കിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന് പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിക്കുക ഫസ്റ്റ് ഓഫ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഇരുമ്പ് കടിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് വെക്കുക. മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സോപ്പ് ഉണ്ടല്ലോ, സോപ്പ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, അത് ഓ ഗോഡ്, അലക്ക് സോപ്പ് എന്ത് ചെയ്യുക ഗൈസ്, ഒന്ന് വെള്ളത്തിൽ അയപ്പിക്കുക. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലഡായി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 സാധനം നമുക്ക് വീട്ടിൽ എന്തായാലും ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്, മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്തായാലും കിട്ടും ഗൈസ്, കിട്ടുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.